വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണം. 10 കഴിഞ്ഞിട്ട് പിന്നെ എന്തോ എടുക്കാൻ വന്നു, സയൻസ് ആണോ കോമേഴ്സ് ആണോ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ സംസാരം നടക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കും എനിക്കെന്തോ ആവുണ്ട്. ഡാൻസും പാട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ലൈറ്റ്ലി മൈ ലവ് ടുവേർഡ്സ് മ്യൂസിക് ബിക്കേം മോർ. ഷെടാ, ഐ ഹാവ് അറൈവ്ഡ് അക്കോർഡിംഗ് ടു യു, ബട്ട് ഐ ഹാവ് നോട്ട് അറൈവ്ഡ് അക്കോർഡിംഗ് ടു മീ. ഞാൻ 12ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഈ കലോത്സവം അതും ഇതൊക്കെ ഞാൻ മടുത്തു. ശരിക്കും ഞാൻ മടുത്തു. പായസമൊക്കെ ആവാം, എനിക്ക് പായസത്തിനോട് ഒരു ആഗ്രഹമില്ല. കിണ്ടി കിണ്ടി. പിന്നെ എനിക്ക് ജനാർദ്ദനൻ സാറിന്റെ ഏറ്റവും ഫേമസ് എന്താ പറയാ, അയ്യോ എന്റെ പൊന്നു തോമാച്ച എന്ന് പറയത്തില്ല എപ്പോഴും. കർമ്മം, അതാണ്. കർമ്മം ഇല്ല, ഫലമില്ല. സിമ്പിൾ. The guest on today's episode did his BCom but never became an accountant. He did his master's in journalism and mass communication but never chose to be a journalist. His mother wanted a girl child and he was born. Defying all the conventional norms and the ordinary path usually taken, he decided to be someone else. In fact, today he has become the India's finest playback singer, a top-class performer, and a happy human being, and above all, a proud Malayali. Ladies and gentlemen, Chedamare Chechimare, we have with us Benny Dayal. Namaskaram, Benny. Thank you so much for coming to Radio City Original, made in Kerala, powered by Joy Alucas. Thank you so much. The way you said the intro is really beautiful. Thank you so much. Thank you so much. ഞങ്ങൾ ഈ ഷോ കൺസീവ് ചെയ്ത് അന്ന് മുതൽ തന്നെ ഉണ്ടല്ലോ, ദ വൺ ഗസ്റ്റ് വി റിയലി വാണ്ടഡ് വാസ് യു. ഓക്കെ, അതിന്റെ റീസൺ ഞാൻ പറയാം. നമ്മളെല്ലാവരും ഹ്യൂജ് ഫാൻ ഫോളോയിങ് ആണ്, അതിൽ ഒരു സംശയമില്ല. എന്നാൽ ബെന്നി ദയാൽ എന്ന വ്യക്തിനെ പരിചയപ്പെടാനോ ഈ വ്യക്തിനെ, ഈ ആർട്ടിസ്റ്റിനെ ലോകം അറിയാനുള്ള ഒരു കടപ്പാട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ളത് ആരോട് അറിയൂ? ഒരു ബസ് ഡ്രൈവറിനോടാണ്. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഞങ്ങള് നേരിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു ബസ് ഡ്രൈവർ. അത് ആരാണെന്ന് ഏകദേശം ഒരു ധാരണയുണ്ടോ? ഇല്ല, എന്റെ സ്കൂൾ ബസ് ഡ്രൈവറാണോ? അതെ, 99 ക്ലൂലെസ് ആയിട്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ച് പറ്റാതെ കുറച്ച് ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിൽസെ കാസറ്റും അതിനോട് അനുബന്ധമായിട്ടൊരു കഥയുണ്ട്. നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് നിന്ന് തുടങ്ങിയാലോ? ഒന്ന് പറയാമോ? 99 അല്ല 98 ആയിരുന്നു. എന്ന് വെച്ചാ 90 പഠിക്കുമ്പോ നമ്മൾ ആദ്യത്തെ ബോർഡ് എക്സാം എഴുതുകയാണെന്ന് വെച്ചാൽ 9th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ് ഒരു ബോർഡ്, 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഒരു ബോർഡാണ്. എന്റെ 9th സ്റ്റാൻഡേർഡ് ബോർഡ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിലെ സംസാരം ഉണ്ടായി. അടുത്ത വർഷം ബെന്നി 10ലായിരിക്കും, 10 കഴിഞ്ഞിട്ട് പിന്നെ എന്തോ എടുക്കാൻ വന്നു, സയൻസ് ആണോ കോമേഴ്സ് ആണോ, ഇതിങ്ങനെ അവരിങ്ങനെ ആഞ്ഞു വെച്ച് പിടിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട്. നമ്മള് എന്താ പറയാ, എവിടെയാ പഠിക്കുക, എന്താ ചെയ്യാൻ പോകുന്നത്, എന്താ ആകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരം പോയിക്കൊണ്ടിരിക്കും. എന്റെ അച്ഛനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് ഒരു ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചുകൊണ്ട് അവര് സംസാരിക്കുന്ന സമയം എന്റെ മോൻ ഇതാവണം, എന്റെ മോൻ അതാവണം, അപ്പുറത്തെ അങ്കിളന്മാരൊക്കെ എന്റെ മോൾ ഇതാവണം, എന്റെ മോൻ അതാവണം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ സംസാരം നടക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കും എനിക്കെന്തോ ആവുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു, ലൈക്ക് ഞാൻ ഒരിക്കൽ സ്കൂളിൽ പോകുന്ന സമയത്ത് കാലത്ത് ബസ്സിൽ കയറിയപ്പോഴത്തേക്കും എന്റെ ബസ് ഡ്രൈവറിന്റെ അങ്കിളുടെ പേര് വിക്രമൻ അങ്കിളായിരുന്നു. വിക്രമൻ അങ്കിള് നമ്മുടെ അത് പ്രൈവറ്റ് ബസ്സായിരുന്നു, സ്കൂൾ ബസ് പോലും അല്ല, പ്രൈവറ്റ് ബസ്സായിരുന്നു. മുന്നിൽ കയറി ഇരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു ദിൽസയുടെ കാസറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ഇടാം. പറഞ്ഞു ദിൽസയോ? അത് ഞാൻ മേടിക്കാൻ പോവായിരുന്നു, കേട്ടതിന് ശേഷം മേടിക്കാം. അങ്ങനെ പറഞ്ഞേച്ച് ഞാൻ ഇട്ട ആൽബം ആയിരുന്നു. പിന്നെ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ആൽബം തീർന്നു, അത്ര സമയം ഉണ്ടായിരുന്നു സ്കൂളിൽ ചെല്ലാൻ. അപ്പോഴത്തേക്കും കേട്ട് കഴിഞ്ഞു. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും അത് മൊത്തത്തോടെ ഇരുന്ന് കേട്ടു. ഞാൻ പിന്നെ അന്നേരം ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. ഞാൻ പറഞ്ഞു ഞാനാ മ്യൂസിക് ഇടുന്നത് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും അത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഡ്രൈവറിന്റെ അടുത്തിരുന്ന് എപ്പോഴും പാട്ട് കളിക്കുക എന്നുള്ളത് എന്റെ എന്താ പറയാ ഉത്തരവാദിത്വമാണ് എപ്പോ നോക്കിയാലും. ഞാൻ ഇൻ കാർ ഡി ജെ ആണ്, ഇൻ ഹൗസ് ഒന്നുമല്ല. കാറിന്റെ അകത്ത് മാത്രമാണ് ഞാൻ ഡി ജെ. ബട്ട് ലൈക്ക് ഐ പ്ലേ ദ ഹോൾ ആൽബം അഗൈൻ. അത് കേട്ടതിന് ശേഷം പിന്നെ ഒത്തിരി ദിവസം ഞാനിങ്ങനെ ആലോചിച്ചത് ഈ സോങ് എന്ത് നല്ല സോങ് ആണല്ലേ. And I'm like thinking, this is not the conventional Kishore Kumar, this is not the conventional Dasaatan, this is not the conventional SPB sir, this is not the conventional Mohammed Rafi style of singing, this is not even conventional Sonu Nigam, this is not even conventional ആരുടെയും സ്റ്റൈൽ അല്ല, ഉദിത് നാരായൺ അല്ല, കുമാർ സാനു അല്ല,
ആൻഡ് ഐ എം ലൈക്ക് ദിസ് റഹ്മാൻ സാറിന്റെ ഒരു സ്റ്റൈൽ സംതിങ് സോ യുണീക്ക്. എന്നിട്ട് പിന്നെ ഞാൻ ഇന്ന് കാലത്ത് വീണ്ടും ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. ഞാൻ ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ്, ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് റഹ്മാൻ സർ ഒരു ഇൻഡി ബാൻഡ്, ഹി ടുക്ക് എ പിക്ചർ ഓഫ് വൺ ഇൻഡി ബാൻഡ്, നമ്മുടെ വെൻ ചായ് മെറ്റ് ടോസ്റ്റ്, അവരുടെ ഏതോ ഒരു നമ്മുടെ നാട്ടിലുള്ള ബാൻഡ് അല്ലേ, മലയാളി ബാൻഡിൽ. അപ്പൊ അവരുടെ ഫോട്ടോ എടുത്ത് സാർ ഇപ്പൊ പോസ്റ്റ് ചെയ്തോളൂ, ഇപ്പൊ ലൈക്ക് പ്രോബബ്ലി 10 minutes ago. And I'm saying, and I'm like, ഓഹ്, ഈ ചായ് മെറ്റ് ടോസ്റ്റിന് പകരം ഞാനും എന്റെ ബാൻഡും കൂടെ പെർഫോം ചെയ്യായിരുന്നെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞായിരുന്നേനെ. ഐ വാസ് ലൈക്ക് സെയിങ് ലൈക്ക് യു ആക്ച്വലി സ്റ്റാർട്ടഡ് ഇന്ത്യൻ മ്യൂസിക് മിസ്റ്റർ റഹ്മാൻ, ബിക്കോസ് എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഇന്ത്യൻ മ്യൂസിക് തുടങ്ങിയത്. ഈ എന്താ പറയുക, ഈ പശ്ചാത്തല സംഗീതം അതിന്റെ ഒരു ഫോർമാറ്റ് മാറ്റി, യുനോ പല പല പുതിയ ജോൺറസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പല പല പുതിയ മ്യൂസിഷ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പല പല പുതിയ സിംഗേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, he actually started indie music for India, if you look at it in one way. He did it correctly. He made the music viable. He made it sound different. He introduced the whole concept of mastering, mixing, like at a very international level. And അപ്പൊ അത് ആലോചിക്കുമ്പോഴത്തേക്കും യുനോ ഇതൊക്കെ പിന്നെ ആലോചിച്ച കാര്യങ്ങളാണ്. പക്ഷെ അന്ന് പഠിക്കുമ്പോൾ ഐ ലൈക്ക് വാവ്, സൗണ്ട്സ് സോ ഡിഫറെന്റ്. ഇങ്ങനത്തെ സോങ്സ് ഒക്കെ വരുവാണെങ്കിൽ പിന്നെ എനിക്ക് ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ഡിസിഷൻ എടുക്കുമ്പോഴാണ്. പിന്നെ അതിന് ഡാൻസും പാട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ലൈറ്റ്ലി മൈ ലവ് ടുവേർഡ്സ് മ്യൂസിക് ബിക്കേം മോർ. എന്നിട്ട് പിന്നെ 9ാം ക്ലാസ് തൊട്ട് 10, 11, 12, 12ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക്, ഞാൻ എന്താ പറയാ, ഈ ഇന്റർ സ്കൂളിലൊക്കെ ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്ലേസ് എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 12th സ്റ്റാൻഡേർഡിൽ ഞാൻ അവസാനത്തെ കോമ്പറ്റീഷൻസിനൊക്കെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ഫിലിം മ്യൂസിക് ഉണ്ട്. ഈ 6 items ഞാൻ എപ്പോഴും ഞാൻ കമ്പീറ്റ് ചെയ്യും സ്കൂളിൽ പഠിക്കുമ്പോൾ. മൈ മം യൂസ്ഡ് ടു ഓൾവേസ് എൻകറേജ് മീ ആൻഡ് മൈ ഫാദർ ഓൾസോ ബോത്ത്. കമ്പീറ്റ് ചെയ്യും, പ്രൈസ് മേടിക്കുക, നോക്കട്ടെ, ഡു വെൽ. അപ്പൊ സോ ഞാൻ അതിന് കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനത്തെ റൗണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഐ ഡിഡ് ഫീൽ ലൈക്ക് ഇനി ഈ കോമ്പറ്റീഷൻ ഒന്നും നമുക്ക് പറ്റിയിട്ടുള്ള കാര്യമല്ല. ലൈക്ക് ഇനി ഇറ്റ് ഷുഡ് ബി ഫോക്കസ്. ലൈക്ക് ഐ ഗോട്ട് ടയർഡ് ഓഫ് കോമ്പറ്റീഷൻസ്. ഞാൻ 12ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഈ കലോത്സവം അതും ഇതൊക്കെ ഞാൻ മടുത്തു, ശരിക്കും ഞാൻ മടുത്തു. ബിക്കോസ് എന്ന് വെച്ചാൽ I was like thinking, ഞാൻ ഇതിന് ആരിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പീറ്റ് ചെയ്യുന്നത്? ലൈക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് വരും, then what am I going to do with this? I'm good at, and also it came to a point that I realized like I was winning all the time. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇതിനിപ്പോ ഈ വിന്നിങ് ഷുഡ് നോട്ട് ബി കോമ്പറ്റീഷൻ വൈസ്. ഇനി നമ്മൾ വിജയിക്കേണ്ട നമ്മുടെ ഇത് നമ്മുടെ കരിയർ ആക്കുവാണെങ്കിൽ അതിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു പ്ലാൻ അന്നേരം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. And then I decided, and then I asked myself one question: what is the one thing that makes you happy till you die? നമുക്കൊരു ജോലി ചെയ്യുന്നെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ നമ്മൾ ചെയ്യേണ്ടത്. So I was like, മരിക്കുന്നവരെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ എന്തുവാ ചെയ്യേണ്ടത്? എന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു, all my favorite musicians have been musicians all their life, and all the uncles I know and my dad's and dad's friends and other parents I know, they've all been doing jobs but in different companies, working in different institutions. And that's when I thought, like, what, I don't think I know to do anything naturally than music. So I think I should make that a career. അങ്ങനെയാണ് കാര്യങ്ങളുടെ തുടക്കം ഉണ്ടായതല്ലേ? അങ്ങനെ തന്നെ. നമ്മുടെ കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 100% സെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മള്. അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാളികളും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, പെനി സ്വന്തം പേരിനെ കുറിച്ച് എവിടെ ഒരു മെൻഷൻ ചെയ്തപ്പോ യു സെഡ് ദാറ്റ് യുവർ നെയിം ഈസ് ട്രൂലി സെക്യുലർ എന്ന്. അതെന്താന്ന് പറയാൻ സാർ? എന്ന് വെച്ചാ നമ്മള് ജനിച്ചു വളർന്ന ഹിന്ദു മതത്തിലാണ് നമ്മൾ എല്ലാവരും ജനിച്ചു വളർന്നത് നമ്മുടെ വീട്ടില്. പക്ഷേ എന്റെ മുത്തശ്ശൻ, ഞാനും എന്റെ ചേട്ടനും ജനിക്കുന്ന സമയത്ത് ഹി വാസ് ആക്ച്വലി ഇൻ UAE. ഞാനും ചേട്ടൻ ജനിക്കുന്ന സമയത്ത് ഹി വാസ് ഇൻ UAE. അപ്പൊ അന്നേരം എന്റെ അച്ഛനടുത്ത് പറഞ്ഞു, ബർത്ത് സർട്ടിഫിക്കറ്റ് എഴുതേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ചോദിക്കും, വാട്ട് ഈസ് ദ നെയിം ദാറ്റ് യു ആർ ഡിസൈഡിങ്, എനി ടെമ്പററി നെയിം ഇസ് ഓൾസോ ഓക്കെ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അന്നേരം അവിടെ എന്റെ അച്ഛന്റെ അടുത്ത്. അപ്പൊ അച്ഛന്റെ അടുത്ത് പറഞ്ഞു, ദയാലേ നീ ഒരു കാര്യം ചെയ്യും, നീ എന്താ പറയാ, ഈ നമ്മുടെ മക്കളൊക്കെ, ബിക്കോസ് ഹി വാസ് എ ട്രാവലിംഗ് പേഴ്സൺ, ഒത്തിരി ട്രാവൽ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു എന്റെ മുത്തശ്ശൻ.
Okay. അപ്പൊ മുത്തശ്ശൻ ഒത്തിരി ട്രാവൽ ചെയ്തുകൊണ്ട് ഹീസ് സീൻ ദ വേൾഡ് ലിറ്റിൽ ബിറ്റ്. ലൈക് ഹീസ് ട്രാവൽ ടു മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ കുവൈറ്റും UAE-ലൊക്കെ ജോലി ചെയ്തൊക്കെ ഹീ ഡിഡ് അത് ട്രാവൽ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹി ഹാഡ് ടോൾഡ് മൈ ഫാദർ, നമുക്കറിയാം, വി ഡോണ്ട് നോ എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല നമ്മുടെ മക്കള് എവിടെയാ ജീവിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട്. ഈ ഈ ലോകത്തില് എന്താ പറയാ, ബാക്കി ദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആൾക്കാർക്കൊന്നും നമ്മുടെ നാടൻ പേരൊന്നും അവർക്കൊന്നും പറയാൻ ഒക്കത്തില്ല. they can't pronounce our names like the way we can pronounce their names. True. അതുള്ള കാര്യമല്ലേ. വെരി ട്രൂ. പ്രത്യേകിച്ച് മലയാളികളുടെ പേര്. എസ്പെഷ്യലി മലയാളി അല്ല, ജസ്റ്റ് ജനറലി ഒരു ഇന്ത്യന്റെ പേര് ആൾക്കാർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പാടാ. ഇത് അന്ന് തന്നെ എന്റെ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് എന്റെ പേരും എന്റെ ചേട്ടന്റെ പേരും ഡെന്നിസ് ദയാൽ, ബെന്നി ദയാൽ എന്ന് വെക്കുന്നത്. സോ ആൻഡ് അതിനകത്ത് നമുക്ക് നമ്മളെ ജനിച്ചുള്ളപ്പോ തന്നെ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നാണ്. നമ്മളെ വീട്ടിൽ എന്താ പറയാ, ശിവരാത്രിക്ക് നമ്മൾ വ്രതം ഇരുന്നിട്ടുണ്ട്, അതല്ലാണ്ട് ശബരിമലയ്ക്ക് നമ്മൾ വ്രതം ഇരുന്നിട്ടുണ്ട്, അതല്ലാണ്ട് എന്താ പറയാ മദർ മേരിയുടെ 8 വെനസ്ഡേസ് നൊവീനയൊക്കെ നമ്മൾ വ്രതം എടുത്തിട്ടുണ്ട് വീട്ടില്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഈദൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും, നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനെ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം കണ്ടു വളർന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ മതം ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു. സോ ഇഫ് യു ലുക്ക് അറ്റ് മൈ നെയിം ബെന്നി ദയാൽ, എല്ലാവർക്കും കൺഫ്യൂസിങ് ആ, ഇത് നോർത്ത് ഇന്ത്യൻ ആണോ സൗത്ത് ഇന്ത്യൻ ആണോ, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ. സോ in there itself there is a secularity. True. If you look at it, അതീന്നും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്റെ ചേട്ടന്റെ പേര് കേൾക്കുമ്പോഴാണ് ഡെന്നിസ് ദയാൽ. ഇറ്റ്സ് യുണീക്. ഐ എം ബ്ലെസ്ഡ്. ഈ ഒരു പേര് കിട്ടാൻ എനിക്ക് ഇതിന്നും വലിയൊരു ബ്ലെസ്സിങ് ഇല്ല ജീവിതത്തില്. ആൻഡ് ലൈക്ക് യു സെഡ്, ഇറ്റ് ഈസ് വെരി സെക്യുലർ. ഇറ്റ് ഈസ്. പഠിച്ചു വളർന്നതൊക്കെ അബുദാബിയിൽ തന്നെയല്ലേ? അതെ. മലയാളിയോട്, പ്രത്യേകിച്ച് ഒരു പ്രവാസി മലയാളിയോട് ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, നാട്ടിലെവിടെ? കൊല്ലം, പ്രോപ്പർ കൊല്ലം, തേവള്ളി എന്ന് പറയും. നമ്മള് എന്താ പറയാ, ജലദർശിനി കായലിന്റെ അടുത്താണ്. 14 വർഷത്തോളം കർണാട്ടിക് സംഗീതം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ അതേ കാലയളവിൽ തന്നെ യു ഹാവ് ട്രെയിൻഡ് യുവർ സെൽഫ് ഇൻ ഭരതനാട്യം, കുച്ചിപ്പുടി ആൻഡ് മോഹിനിയാട്ടം. അതും ഒത്തന്റിക് ആയിട്ട്, പ്രോപ്പർ ആയിട്ട്. അപ്പൊ കുട്ടിക്കാലത്തെ what was your dream like? Were you wanting to be at that point of time a singer or a dancer or a both? What was it? I never thought. അതാ ഞാൻ പറഞ്ഞ 9ാം ക്ലാസ് വരുന്നത് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. Okay. Actually, I like dancing more than singing. സ്കൂളിലൊക്കെ എല്ലാവർക്കും എന്റെ വിചാരം ഞാൻ വല്ല പടത്തിൽ വല്ല കോറിയോഗ്രാഫർ ആവുന്നായിരുന്നു എല്ലാവരുടെ വിചാരം. ബിക്കോസ് ഐ യൂസ് ടു ടീച്ച് സോ മച്ച് ഡാൻസ് ഇൻ സ്കൂൾ. എല്ലാവർക്കും ഡാൻസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ബോധ്യമായി, I think music is my calling. And also I started getting a lot of compliments, if like looking back. എന്നുവെച്ചാൽ പാട്ടുകാരനായതിനു ശേഷം ഞാൻ ശരിക്കും ആലോചിച്ചപ്പോഴത്തേക്കും, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ ചില ഫ്രണ്ട്സ് പറയായിരുന്നു, I love your dancing, but when you sing man, I really love it. Like ഇങ്ങനെ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നു. And I used to never pay heed to it. എനിക്കത് ആ ഒരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ ഞാൻ പറയും, like what do you sing? I'm a better dancer than I'm a better singer. ഞാൻ ഇങ്ങനെ പറയായിരുന്നു. എന്നിട്ട് പിന്നെ 9, 10, 11, 12 ആയപ്പോഴത്തേക്കും I realized, oh yeah, okay, now I get it. ഞാൻ ശരിക്കും അപ്പോഴത്തേക്കും ആ ഓരോരോ കോംപ്ലിമെന്റ്സ് എനിക്ക് ചെറുതായിട്ട് രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും നമുക്കങ്ങ് എന്താ പറയാ, നമ്മുടെ മൊറാൽ അങ്ങ് ബൂസ്റ്റ് ആവും. എന്നിട്ട് വീണ്ടും അത് ഇനിയും ബെറ്റർ പഠിക്കണം, ഇനിയും ബെറ്റർ ആയിട്ട് നമ്മൾ പാടണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇംപ്ലിമെന്റ്, നമ്മളെന്താ പറയാ, സെൽഫ് എഫേർട്ട് ചെയ്യല്ലേ. ലൈക് വി ആർ ജസ്റ്റ് പുഷിങ് അവർ സെൽഫ്. ആൻഡ് ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ്. ഐ എം എ ചൈൽഡ്. ആൻഡ് എനിക്ക് പിന്നെ പഠിക്കാൻ ആ സമയം എന്ന് പറയുന്നത് ഈ പഠിക്കുന്ന ഒരു പ്രായമല്ലേ, നമ്മളൊക്കെ എല്ലാം ഗ്രാസ്പ് ചെയ്യുന്ന പഠിക്കുന്ന ഒരു പ്രായമാണ്. ഐ തിങ്ക് ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ഫോർ മീ. ഡാൻസിങ് എന്തായാലും ടോട്ടലി വർക്ക്ഔട്ട് എന്ന് പറയാം. എന്തുകൊണ്ട് അറിയോ? ബെന്നിയുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാണല്ലോ, അതിലത്തെ ഡാൻസ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊരു ഒരു ടച്ച് ഉണ്ട് കേട്ടോ, ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അയ്യോ രസമുണ്ട്. ഇനിയിപ്പോ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ കണക്റ്റഡ്, നേരത്തെ പറഞ്ഞതിനെ ആയിരിക്കാം. എന്നിരുന്നാലും നമ്മൾ ഏതൊരു ആർട്ടിസ്റ്റിനുണ്ട് ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ. ഇപ്പൊ പറഞ്ഞ കുട്ടിക്കാലത്ത് നിന്നല്ല ഞാൻ പറയുന്നത്. മേ ബി ദർ ഇസ് എ പോയിന്റ് വെൻ യു നോ ദാറ്റ് ലൈക്ക് ഇപ്പൊ പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുക എന്ന് പറയുമ്പോഴും നമുക്ക് ഒരു റിയലൈസേഷൻ വരും, ഓക്കെ ഇതാണ് എന്റെ കോൾ, അല്ലെങ്കിൽ ഇത് ഇനി ഇത് വെച്ച് എനിക്ക് തുടങ്ങാം അല്ലെങ്കിൽ തുടരാം എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടല്ലോ. അങ്ങനെ എപ്പോഴായിരുന്നു ബെന്നിയുടെ ലൈഫിൽ വന്നത് ആ മൊമെന്റ് വന്നത്? ഒരു മൊമെന്റ് വരും വേർ യു വാണ്ട് ടു ഗിവ് അപ്പ് മ്യൂസിക്.
അപ്പോ ഞാൻ അണ്ടർ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ അന്നേരം S5 ജോയിൻ ചെയ്തു. നമ്മളൊരു ആൽബം ഒക്കെ ഇറക്കി, നിങ്ങൾക്ക് അറിയാലോ, യു നോ ദാറ്റ്. അപ്പൊ S5 ആൽബം ഒക്കെ ഇറങ്ങി. ഞാൻ വിചാരിച്ചു വാവ്, എന്റെ മ്യൂസിക് കരിയർ തുടങ്ങി. എന്റെ സിറ്റുവേഷൻസ് മാറി. ഇൻ ദ സെൻസ് ദാറ്റ് ആ ആൽബം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് അപ്രോച്ചിങ് പീപ്പിൾ ഫോർ വർക്ക്. ആരും എനിക്ക് വർക്ക് തന്നില്ല. എവരിവൺ വാസ് ലൈക്ക്, ഇല്ല, നോ, there is no work. ഞാൻ പറഞ്ഞ കോറസ് എങ്കിലും പാടാൻ. ഇറ്റ്സ് ലൈക്ക്, നോ നോ നോ, there is nothing, sorry, maybe try few months later. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയി. അന്നേരം ഞാൻ ആലോചിക്കുന്നു, ഓക്കെ, എന്റെ കയ്യിൽ 3 ജോബ് ഓഫർ ലെറ്റേഴ്സ് ഇരിപ്പുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ നിന്ന് കിട്ടിയ 3 ജോബ് ഓഫേഴ്സ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു, ഓക്കെ, മേ ബി ഐ അപ്ലൈ ഫോർ എ ജോബ്. ആൻഡ് ഐ അപ്ലൈ ഫോർ 3 ജോബ്സ്. ഐ ഗോട്ട് ഓൾ 3. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ജോബൊക്കെ കിട്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോഴാ പവൻ സാക്കറ എന്ന് പറയുന്ന എന്റെ ഒരു സീനിയർ, ഇപ്പോഴും നമ്മള് ഫ്രണ്ട്സാ. പവൻ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നീ ആ 3 ജോബൊന്നും എടുക്കണ്ട. എന്തുവാ പരിപാടി? സോങ്, നിന്റെ സിംഗിങ് ഒക്കെ എങ്ങനെ പോകുന്നു? റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടോ? പാടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നും നടക്കുന്നില്ലടാ. ഞാൻ മൊത്തത്തോടെ ഇങ്ങനെ ഫെയിൽ ആയിട്ട് ഇരിക്കുക. ഐ വാസ് റിയലി സ്ട്രഗ്ലിംഗ് ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ആസ്ക് മൈ പേരൻസ്. എന്റെ അച്ഛനും അമ്മയുടെ ഒന്നും എനിക്ക് എന്താ പറയാ കൈ നീട്ടാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. ദാറ്റ് ടൈം ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. എന്നിട്ട് അന്നേരം എന്റെ സീനിയർ വിളിച്ച പറയുന്ന, എനിക്ക് ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ലടാ, ടോട്ടലി ഡിപ്രസ്ഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നീ ഒന്നും ചെയ്യണ്ട, നീ യു ജസ്റ്റ് കം ആൻഡ് ജോയിൻ മീ. നമ്മുടെ അതേ പരിപാടിയാണ്. നമ്മൾ കൾച്ചർ സെക്രട്ടറി ആയിട്ട് ഇരുന്നപ്പോ എങ്ങനെയായിരുന്നു, ഇവന്റ്സ് ഒക്കെ ചെയ്യത്തില്ല. That's your same job over here, just that you're a part of human resources team. You can work on music also, post your work times in case you start getting recordings. പിന്നെ നീ തനി അങ്ങ് ട്രാൻസിഷൻ ചെയ്തോ. അനുഗ്രഹിച്ചൊരു താളത്തിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിരത്തില്ല, താമ്പാളത്തിൽ കൊണ്ടുവന്നിരത്തില്ല. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ, ഐ ടേക്ക് ഇറ്റ് അപ്പ്. എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ കിട്ടി. ജോലിക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, സെപ്റ്റംബർ 11 9/11 എനിക്ക് ജോയിനിങ് ഡേറ്റ് തന്നത്. പക്ഷെ പാവം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വർക്ക് ഉണ്ട്, നീ ഒരു 8 ദിവസം മുന്നേ തരുവാണെങ്കിൽ ഞാൻ നിനക്ക് 8 ദിവസത്തെ സാലറി ഞാൻ ചേർത്ത് തരാം. സെപ്റ്റംബർ 3 ജോയിൻ ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ. ദെൻ ഓൺ 6th September ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സാറിന്റെ സ്റ്റുഡിയോ എനിക്ക് കോള് വരുന്നത്. അങ്ങനെ തുടങ്ങിയ തേരാപ്പാരയാ. സ്റ്റുഡിയോ, സിംഗിങ്, വർക്ക്, സ്റ്റുഡിയോ വർക്ക്. വീടൊന്നുമില്ല, ഉറക്കമൊന്നുമില്ല. ലൈഫില് MCCK ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ MCC എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. ഹൗ സിഗ്നിഫിക്കന്റ് ഇസ് ദാറ്റ് പ്ലേസ് ഫോർ യു? എന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടന്ന ഒരു സ്ഥലം അവിടെയാണ്. എന്ന് വെച്ചാൽ പല റിയലൈസേഷൻസ്, പല ഇംപ്രൂവ്മെന്റ്സ്, ചില എന്താ പറയാ സാഡ് മൊമെന്റ്സ് എല്ലാം അവിടെ തന്നെയായിരുന്നു. വെച്ചാൽ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാനുള്ള എല്ലാ ഇമോഷൻസും അനുഭവിച്ച ഒരു സ്ഥലമാണ് MCC. ലൈക്ക് സന്തോഷം, കൊമറാഡറി, ശരിക്കും ട്രൂ ഫ്രണ്ട്സ് ഹു ലുക്ക് ഔട്ട് ഫോർ ഈച്ച് അതർ, ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു സ്ഥലമാണ് MCC. ബിക്കോസ് ആ 4 വർഷം ഞാൻ അവിടെ പഠിച്ച ഹോസ്റ്റലിലാണ്. അപ്പൊ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അവിടെ പല ട്രഡീഷൻസ് ഉണ്ട്. MCC is built on traditions, was built on traditions. ഇപ്പോഴാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്നേരമൊക്കെ പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സ്, ജൂനിയേഴ്സ്, ആവശ്യത്തിന് റാഗിങ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് റാഗിങ്. ലൈക്ക് യു ലേൺ തിങ്സ്. അല്ലാണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുകയോ അങ്ങനത്തെ റാഗിങ് ഒന്നുമില്ല. ബട്ട് അതിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ലൈക്ക് യു ഡോണ്ട് ട്രീറ്റ് പീപ്പിൾ ഇൻഡിഫറently, യു ട്രീറ്റ് പീപ്പിൾ ഈക്വലി. നമുക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ഫോർമൽ ഷർട്ടും ഫോർമൽ പാന്റും റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ പോകാൻ പാടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ സാറ് ചോദിക്കും, ഏത് ഹോസ്റ്റലാണെന്ന് സാർ എന്നെ ചോദിക്കും. They know he's a hostel kid. So, and we all can ask, ഇതെന്തോ നമുക്ക് മാത്രം ഇങ്ങനെ, നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് ടീഷർട്ട് ഒക്കെ ഉണ്ടോ നടക്കും, നമുക്കെന്തോ ഇങ്ങനെ? അന്നേരം പറഞ്ഞത്, എടാ, ഒരു ഫസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കാണ് നിങ്ങളൊക്കെ പഠിക്കേണ്ട ഈ യൂണിറ്റി എന്തോ ആണ്. ഇറ്റ് ഡസന്റ് മാറ്റർ. നീ ഗൾഫിൽ നിന്ന് വന്നായിരിക്കും, പക്ഷെ അവൻ എന്റെ സീനിയർ പറയാം, അവൻ ഗ്രാമത്തിൽ നിന്ന് വന്നായിരിക്കും. അവന് എ സി ഗോപ്പൊന്നും ഇല്ലായിരുന്നു ജനിക്കുമ്പോ. നിന്നെ പോലെയല്ല, നീ ഗൾഫിലൊക്കെ ജനിച്ച് നിന്റെ വീട്ടിൽ AC-യും ഷോപ്പിംഗ് മോളും അതൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാർക്ക് ഒന്നും ഇല്ലായിരുന്നു. So when you guys wear this, you are all treated equally. Learn that first. അന്നേരം നമുക്കൊക്കെ ഇങ്ങനെ ബൾബ് എത്തുന്നത്. വാവ്, ഈ റാഗിങ്ങിന്റെ അകത്തൊരു പരിപാടി ഉണ്ടെന്ന്. സോ ഇറ്റ്സ് ശരിക്കും പറഞ്ഞ അപ്ലൈയിങ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ടു ലൈഫ്. അതൊക്കെ ഞാൻ കോളേജിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ എന്താ പറയാ, നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരുടെയും പേരും റൂം നമ്പറും ഡിപ്പാർട്ട്മെന്റും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്നിട്ട്
I said like, why? ഞാൻ എന്തോ ചെയ്യാൻ ഇതെടുത്തിട്ട്. It's like that. If I want to make friends, I'll make friends. അല്ലേ? And then he said like, എടാ ആ ചെക്കൻ നീ ഒരിടത്ത് ഇരിക്കുന്നു. ഓക്കെ, യു ആർ ഹിയറിംഗ് വൺ ഓഫ് യുവർ, എന്റെ സീനിയർ ഓരോന്നിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, യു ആർ ഹിയറിംഗ് അവൻ എങ്ങാണ്ട് താഴെ വീണു, അവന്റെ കാലൊടിഞ്ഞു എന്താണ്ടോ, ആരെങ്കിലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇൻഫോം ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈസ് ഫ്രം ദിസ് ഹോസ്റ്റൽ, ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഈ റൂം നമ്പർ ആണ്, പല പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴും എനിക്ക് ശരിക്കും മനസ്സിലായി, വാവ്, ദിസ് ഇസ് പാസിംഗ് ദിസ് ട്രഡിഷൻ ഓൺ. പക്ഷെ ഇന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. അവിടെയുള്ള ഒരു മറ്റൊരു കഥ കേട്ടതാണ്, അത് ഇന്റർനെറ്റിൽ അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ. ഒരു സെൻട്രലയുടെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതെ, അതിലൊരു മലയാളി ടച്ച് കൊടുന്നുകൊണ്ട് ഒന്ന് പറയണം അതിനെ കുറിച്ച്. താങ്ക്സ്. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞ എന്റെ ഫ്രണ്ട് അനിൽ രാംപ്രസാദ് എഴുതിയ ഒരു സോങ് ആയിരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും വി വർ ഗോയിങ് ടു ലീവ് കോളേജ്. അപ്പൊ ആ വർഷം പറഞ്ഞു, എന്റെ ഒരു സോങ് ഉണ്ട്, യു ഷുഡ് റൈറ്റ് ദ സോങ് ഇൻ കോളേജ്, നോബഡി സോങ് ഇറ്റ്, ഞാൻ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നീ സാധനം എടുക്ക്. എന്നിട്ട് പാട്ടെടുത്ത് അവൻ ഗിറ്റാറൊക്കെ വായിച്ച് ഞാൻ അവനോട് പാടി ഹാർമണീസ് ഒക്കെ ഇട്ട്, ഞാൻ പറഞ്ഞു ഇതിനൊരു മലയാളി വേർഷൻ വേണം. ഇതൊരു ഇത് എന്താ അന്നേരം എനിക്ക്, ഹീസ് ഓൾസോ മലയാളി, അനിലും മലയാളിയാണ്. അതങ്ങനെ അതിന്റെ മലയാളി വേർഷൻ ഒക്കെ ഞാൻ ഉണ്ടാക്കി എന്നെ ഹാർമണീസ് ഒക്കെ എഴുതി ലിറിക് ഒക്കെ ഫൈനലാക്കി അനിലിന്റെ കൂടെ ഇരുന്ന്, മിക്ക ക്രെഡിറ്റും അനിലിനാണ് പോണം. പക്ഷെ അതിന്റെ ആ വേർഷൻ എടുത്ത് അത് ഭയങ്കര, അന്നൊക്കെ വൈറൽ എന്ന് പറയുന്ന ഒരു വാക്കില്ലല്ലോ, ബട്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ അത് അന്നത്തെ വൈറലായിരുന്നു ഇൻ കോളേജ് ലെവൽ. ഏത് കോളേജ് കോമ്പറ്റീഷന് വെസ്റ്റേൺ അക്കോസ്റ്റിക്സിന് പോയി കഴിഞ്ഞാൽ ഈ പാട്ട് നമ്മൾ പാടുവാണെങ്കിൽ അന്ന് പ്രൈസ് നമുക്കാ. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വളരെ കിടിലായിരുന്നു. സോ യാ, ദാറ്റ് ഈസ് എ ഹിസ്റ്ററി ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയാ, സിൻഡറെല്ല സ്റ്റോറിയുടെ ഒരു മലയാളി. അല്ല, ലിറിക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് മലയാളത്തിൽ പാടിക്കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ട് വേർഷൻ ആണ് വരുന്നത് ഒരുമിച്ച്. സോ basically it says, Cinderella, won't you come to my party? I live right on Palace Avenue. I promise I'll be oh so gentle and manly, and I won't hanky panky with your shoe. So appo nammal Cindy Chechi, won't you come to my party? I live right on Kottaram Avenue. I promise I'll be oh so gentle and manly. ഇത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ കാണാറില്ലേ, മാൻലി ഫെലോ. അപ്പൊ ഇത് ഞാൻ എന്താ പറയാ, എന്റെ അങ്കിളുമാരൊക്കെ ഇങ്ങനെ കേട്ട് വളർന്നുകൊണ്ട് ഞാൻ ഐ അപ്ലൈഡ് ഓൾ ദോസ് തിങ്സ് ഇൻ ദ സോങ്. പിന്നെ എന്റെ ഫേവറേറ്റ് ഇതായിരുന്നു ലാസ്റ്റ് സെക്കൻഡ് വേഴ്സ് വാസ് Cindy Chechi, won't you, you could bring a couple of your sisters and fairy godmother could come too. I promise I'll be oh so gentle and manly, and I won't hanky panky with your shoe. That's a central story. So nammal malayalathiൽ എഴുതി, oh you can bring a couple of her chechis and fairy ammachi amma could come too. I promise I'll be oh so gentle and manly, and I won't hanky panky. So അങ്ങനെയായിരുന്നു ഈ വേർഷൻ. സോ ഇതായിരുന്നു ട്യൂണും ലിറിക്കും ഒക്കെ. What sets you apart is the fact that you talk about struggles with the same compassion, you talk about the same way you talk about success. In fact, your Instagram bio says that gratitude is a secret of my energy. In നേരത്തെ ബിനി പറഞ്ഞൊരു പോയിന്റ് ആണ്, എന്നിരുന്നാലും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, how did you manage when people said to you that your voice is unfit or probably you may not make it as a playback singer, ഒരു നടനും ഈ വോയിസ് ചേരത്തില്ല എന്ന് അന്ന് പറഞ്ഞപ്പോഴേ, what kept you going? ചിലവര് പറയില്ല, നമ്മുടെ മൈൻഡിലൊരു there is a good nerve, there is a bad nerve, and then there is a crazy nerve. I think it triggered the crazy in me. ഞാൻ വിചാരിച്ചു, ഇനി നമുക്കിത് പ്രൂവ് ചെയ്തേ പറ്റൂ, ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്, പക്ഷെ എന്തെങ്കിലും അത് നടക്കും, എനിക്ക് അറിയാം. ഐ നോ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചു, കർമ്മം ചെയ്യണം എന്നാലേ ഫലം വരുത്തുള്ളൂ. പറഞ്ഞു, നീ കർമ്മം ചെയ്തേ പറ്റൂ. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്, സോ ഈ തുനിഞ്ഞിറങ്ങുന്നൊക്കെ പറയുന്നത്, ഞാൻ തുനിഞ്ഞിറങ്ങും ഇനി ലൈക്ക് ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്, ആൻഡ് ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ഓൾ. സോ yeah, so I think it really did trigger me that way. ഇനി നമ്മൾ എന്തായാലും ഇത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് റിഫ്ലക്റ്റഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഒരാളുടെ ഒരു റിജക്ഷനിൽ നമ്മൾ
ഈ ഒരു എന്താ പറയാ ജേർണി നമുക്ക് എന്താ പറയാ നമ്മൾ എപ്പോഴും പാഷനറ്റ് ആയിട്ട് നമ്മളുടെ നെഞ്ചിനോട് നമ്മൾ അമർന്ന് കൊണ്ടു നടന്ന ഒരു ഫീലിംഗ് അതൊരൊറ്റ സെക്കൻഡ് നമ്മൾ should I give it up because one person said something like that? No, man, I'm gonna prove you wrong. I'm gonna prove you wrong. I'm gonna prove everybody wrong. You know? അതായിരുന്നു എന്റെ ലക്ഷ്യം ജീവിതത്തിൽ. ഞാൻ ചോദിക്കാതെ തന്നെ ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എന്നിരുന്നാലും ഞാൻ ആ ഫ്ലോന്റെ ഭാഗമായിട്ട് പറയാം. ഡേറ്റുകൾക്ക് ബെന്നിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒരു 2006 അതിൽ സെപ്റ്റംബർ മാസം, കൃത്യമായിട്ട് പറഞ്ഞ സെപ്റ്റംബർ 6 മാസം, ഒരു ദൈവത്തിന്റെ വിളി തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ, എ.ആർ. റഹ്മാന്റെ സ്റ്റുഡിയോ എന്നൊരു വിളി വരുന്നു എന്ന് പറയുന്നത്. Yes, 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 yes. അതിനുശേഷം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് വാട്ട് ഡിഡ് യു ലേൺ ആക്ച്വലി? അദ്ദേഹവും റഹ്മാൻ സാറും ഞാനുമായിട്ട് ലൈക്ക് കോൺവെർസേഷൻസ് വെരി മിനിമൽ. ഞാൻ ഐ ഡോണ്ട് ടോക്ക് മച്ച് ടു ഹിം. ഇഫ് സാർ ക്വയറ്റ് ആണെങ്കിൽ ഞാൻ സാറിനെയും കാട്ടി ക്വയറ്റ് ആയിരുന്നു അന്നേരമൊക്കെ, യുനോ. ബട്ട് ലോട്ട് ടു ലേൺ ജസ്റ്റ് വാച്ചിങ് ഹിം വർക്ക്. അതാണ് ഈ എന്താ പറയാ ഈ ഡിസിഷൻ ടേക്കിംഗ്, യുനോ. അദ്ദേഹത്തിന്റെ ഷൂവില് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് പ്രഷർ. ഹി നോസ് ഹൗ ടു ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ഇറ്റ് ഓൾ. സാറിന്റെ ഇഫ് യു നോ ഹിം പേഴ്സണലി ഇൻ സ്റ്റുഡിയോ, സാറിന് ഒരു എന്താ പറയാ ഒരു ഫൺ സൈഡ് ഉണ്ട്, ഭയങ്കര ഒരു ക്യൂട്ട് ഒരു ചൈൽഡ് ലൈക്ക് ഫൺ സൈഡ് ഉണ്ട്. ആ നമ്മളും ഇഫ് യു ക്യാൻ ഇവോക്ക് ദാറ്റ് ചൈൽഡ് ഇൻ യു, then we can always do stupid things and stumble upon accidents and come across some genius, you know. എന്താണെന്നറിയാം, ഞാൻ അതാണ് എന്റെ വർഷങ്ങളിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും വർഷങ്ങളിൽ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളൊരു ഞാൻ അധികവും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. സാറ് ഹീസ് ലൈക്ക് എ ചൈൽഡ് ഇൻ ഹിസ് ഹാർട്ട്. ആൻഡ് നമ്മൾ ഈ കൊച്ചു കുഞ്ഞായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം നമുക്ക് ഇൻക്വിസിറ്റീവ്നെസ് അല്ലേ, എല്ലാം കാണണം, എല്ലാം അറിയണം, ഫോമോ അത് ഇത് എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്കും എന്താ പറയാ തീ എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ തീന്റെ അകത്തോട്ട് കൈ ഇടുമ്പോഴത്തേക്ക് തീ പൊള്ളും, കൈ പൊള്ളും. സോ ഹീസ് ലൈക്ക് ദാറ്റ്, യു നോ. He's always waiting for a new experience, trying to discover a new experience, trying to keep things fresh. It doesn't matter which way the world is going, but I am going to do, you know, what I feel is coming to me. Child in him is definitely still alive, and that's exactly why he's always creating newer things. And other എന്താ പറയാ, now he's an expert at still being a child at this age, and that is his success. And I learned that from him. Like നമ്മൾ ഒരിക്കലും ലൈക്ക് യുനോ ഈ സൊഫിസ്റ്റിക്കേഷനോട് നമ്മള് എന്താ പറയാ അതിനോട് അടുപ്പം കാണിക്കാണ്ട് നമ്മൾ ഫൂളിഷ് ആയിട്ട് ഇരിക്കുന്നേ ബെറ്റർ. യുനോ, ഹാവ് ടു ബി ഫൂളിഷ്. സ്റ്റീവ് ജോബ്സും പറഞ്ഞ കാര്യം അതാ, സ്റ്റേ ഫൂളിഷ്. യുനോ, ദ മോർ ഫൂളിഷ് യു ആർ, ദ ബെറ്റർ ഇറ്റ് ഇസ്. ഡോണ്ട് ഫൊർഗെറ്റ് ടു ബി ഫൂളിഷ്. എന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ എപ്പോഴും പെർഫെക്റ്റ് അല്ലല്ലോ. യുനോ, നമ്മുടെ അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളേ നമ്മള് പൊട്ടത്തരമൊക്കെ ചെയ്യുന്ന. നമ്മളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാര് കാണുന്ന കാര്യങ്ങളല്ല നമ്മൾ ഈ പൊട്ടത്തരം കാണിക്കുന്ന. ഐ തിങ്ക് യു ഹാവ് ടു എംബ്രേസ് ദാറ്റ് ഫൂളിഷ്നെസ് and that makes you a real human being. എന്റെ അഭിപ്രായം അതാണ്. എന്ന് വെച്ചാൽ നമ്മള് എല്ലാം പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ എല്ലാരും കാണിക്കണമെന്ന് ആഗ്രഹമില്ല. എന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ല. യു ഹാവ് ടു ബി ലിറ്റിൽ foolish. You're the first major song that actually you feel like, you know, the one that got out and you were like, okay, I have arrived. In the feeling വന്നത് അത് ഏത് പാട്ടായിരുന്നു? I still haven't arrived, let me tell you that. But still, you know, like somewhere like പാട്ട് ഇറങ്ങി വരിക, നമ്മുടെ കാസറ്റ് ലേബിൾ. I have arrived. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഈ ഇന്റർവ്യൂ ഇസ് എ മീഡിയ ഇന്റർവ്യൂ, യുനോ, ജനറിക്കലി. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളും മീഡിയയുടെ ഒരു വിഭാഗമാണ്. ആൻഡ് യു ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് പാഷൻ. അപ്പൊ ഔട്ട് ഓഫ് പാഷൻ ഐ വിൽ ഓൾസോ ആൻസർ ഇറ്റ്. I have arrived according to you, but I have not arrived according to me. And I'm still struggling to arrive at where I want to arrive, at my own terms. There will be a day, I know, and I will say it, I have arrived, but I don't think I've arrived. My standards are way beyond what I feel. So I think I have to achieve that to say that I have arrived. I still haven't arrived. At this point, can we request one song probably you've sung for A.R. Rahman sir, the one which is very close to your heart? ഹിന്ദി ഉണ്ട്, തമിഴും ഉണ്ട്. ഹിന്ദി ഈസ്
कैसे मुझे तुम मिल गई, किस्मत पे आए ना यकीन, उतर आई झील में जैसे चांद उतरता है कभी, हौले हौले धीरे से. This is my favorite Hindi song, and my favorite Tamil would definitely be തള്ളിപ്പോനാൽ തേയിമിറൈ ആകായ വെണ്ണിലാവേ അങ്കേ നിன்றிடாதே നീ வேண்டும் அருகே ஒரு பார்வை சிறு பார்வை உதிர்த்தார் உதிர்த்தார் பிழைப்பேன் பிழைப்பேன் പൊടിയൻ ഓ മനപ്പെണ്ണെ ഓ മനപ്പെണ്ണെ. ഇവിടെ സമയം രാത്രിയാണ്, ഞാൻ സുഖമായിട്ട് ഉറങ്ങൂട്ടോ. അയ്യോ അങ്ങനെ പറയരുത്, നന്നായിട്ട് ഉറങ്ങണേ. അല്ല, സുഖമായിട്ട് ഉറങ്ങുന്നത്, സമാധാനമായിട്ടില്ല. അതൊരു സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്. ഡെഫിനറ്റ്ലി. ഈ മറ്റു ലാംഗ്വേജസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, യു ആർ വെരി കംഫർട്ടബിൾ സിംഗിങ് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് പരിചിതം എന്ന് പറയുന്നത് ശ്രേയ ഘോഷാലാണ്. സോ ഈ പറഞ്ഞ ലാംഗ്വേജസ്, ഡു യു റിയലി സ്പീക്ക് ദിസ് ലാംഗ്വേജസ്? ഹൗ ഡു യു മേക്ക് ഇറ്റ് സൗണ്ട് സോ ഈസി ആക്ച്വലി? എന്റെ ഐഡൽ എന്ന് പറയുന്നത് ഉഷാവത്തപ്പാണ് കേട്ടോ, ഈ ഒരു ആസ്പെക്ടില്. ഐ തിങ്ക് ദെർ ഇസ് നോ വൺ ലൈക്ക് ഉഷാവത്ത്. ഉഷാക്കൊക്കെ അറിയില്ല, ഞാൻ എന്റെ മൈൻഡിൽ ഇതാണെന്ന്. എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ when he used to work in Bombay, he has seen her perform. Okay. And she would sing in so many languages in one night. She's a legend of all legends. I'm telling you. Female performers, live performers എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതുവാണെങ്കിൽ ആ ബുക്കിനകത്ത് ഫസ്റ്റ് പേജ് ഹാസ് ടു ബി ഉഷാവത്ത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ആ ബുക്ക് വലിച്ചു തരും. It's like that. So for me, I think she is the OG of live performance. എന്നെ സംബന്ധിച്ചോളം. ആൻഡ് ഷീ ഇൻസ്പയർഡ് മീ എ ലോട്ട്. ദാറ്റ് നമ്മൾ ഒരു ലാംഗ്വേജ് മാത്രം പാടിയിട്ട് കാര്യമില്ല. നമ്മുടെ ഈ എന്താ പറയാ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ എന്താ പറയാ, മണ്ണിന്റെ ഒരു മണം എന്ന് പറയുന്നത് ഈ പല ലാംഗ്വേജസിനുള്ള ഒരു കാര്യമല്ലേ. തീർച്ചയായും. And the fact that we have so many languages makes us the most diverse country in the world. If you think brilliantly about each language and disconnect from your language and just use your muscle to sing those languages, you will crack it. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ മലയാളം എന്ന് പറയുന്നൊരു നമ്മുടെ ബുദ്ധിയും നാക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമല്ലേ. അതെ. ഈ ബാക്കി ലാംഗ്വേജസിനകത്ത് since I said നമ്മുടെ മലയാളത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ നാക്ക് എങ്ങനെ വേണേ വഴങ്ങും. തീർച്ചയായും. ഈ ഴകരം ഇത് തമിഴിലും മലയാളത്തിലും മാത്രമേ, പിന്നെ കുറച്ച് മറാഠിയിലും ഉണ്ട്. പക്ഷെ ഈ ഴ എന്ന് പറയുന്ന നമ്മുടെ പഴം, വാഴയ്ക്ക, ഇതൊക്കെ എന്താ പറയാ ബാക്കി ലാംഗ്വേജസിൽ ഇല്ല. സോ ഇത്രയും നമുക്ക് നാക്ക് മടങ്ങാനും വഴങ്ങാനും ഉള്ളൊരു എന്താ പറയാ ശേഷി ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഈ മലയാളം നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഈ മസിൽ മെമ്മറി മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏത് ലാംഗ്വേജിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലും ഇറ്റ്സ് ക്രാക്കബിൾ. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് അപ്ലൈയിങ് ഇറ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് നമുക്കത് തഴമ്പിക്കത്തേ ഉള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് അപ്ലൈയിങ് ഇറ്റ്. ഐ തിങ്ക് അങ്ങനെ ആലോചിക്കുവാണെങ്കിൽ ദർ ആർ ഓൺലി ഫ്യൂ brilliant North Indian singers who can do what we do. And that is Shreya, definitely. Shreya Ghoshal is one. Sonu Nigam. പക്ഷെ തമിഴിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തമിഴ് പാടും. പക്ഷെ അതൊരു ബ്രില്യൻസ് ആണത്. അത് ടാപ്പ് ചെയ്യണം. അതിന് നമ്മൾ എഫേർട്ട് കൊടുക്കണം. എന്നാലേ സംഭവം റെഡി ആവത്തുള്ളൂ. നേരത്തെ പറഞ്ഞ കർമ്മം അല്ലേ? കർമ്മം, അതാണ്. കർമ്മം ഇല്ല, ഫലമില്ല. സിമ്പിൾ. ഈ മ്യൂസിക്കൽ ടാലന്റ് മാത്രമല്ല ബെന്നിനെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, യുവർ ഫാഷൻ എലമെന്റ്. അതുണ്ട് തീർച്ചയായും. The signature glasses, okay, the cap, the sneaker, the fusion wear, okay. ഇനി ഈ സ്റ്റൈലിങ്ങിന്റെ പുറകെ ബെന്നി തന്നെയാണോ അതോ ഒരാളെ വെച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ. എനിക്ക് സ്റ്റൈലിസ്റ്റ് ആയിരുന്നില്ല. They are so unique and impeccable actually.
ഒരു ലീഡിങ് ഒരു റിയാലിറ്റി ഷോയിലായിട്ട് മുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മുണ്ട് വെറും മുണ്ടല്ല, അതിന്റെ മുകളിൽ ഒരു ജാക്കറ്റും കാര്യങ്ങളും, ലൈക് ദർ ഇസ് ഒരു ഒരു എലമെന്റ് ഓഫ് എന്താ ഒരു എംബലിഷ്മെന്റ് എന്ന് പറയില്ലേ. നമ്മുടെ DNA പോവാണ്ട് നമ്മൾ കളിക്കണം. അതാണ് എന്റെ ആ DNA ഒരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ DNA നാടനാണ്, ഇന്ത്യൻ ആണ്. അത് ഇറ്റ് ഷുഡ് ഓൾവേസ് റീക്ക് ത്രൂ സംതിങ്. സോ ഓൺ ദാറ്റ് നോട്ട് നമ്മൾ അടുത്തൊരു കുട്ടി സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഭയങ്കര ഒരുപാട് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റൗണ്ടാണ്. നമ്മൾ തന്നെ തീവ്രത്തി റൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇല്ല, തീവ്രത്തി കൊള്ളാം. തീവ്രത്തി കുഴപ്പമില്ലല്ലോ, ഉറപ്പിക്കാലോ. തീവ്രത്തി കുഴപ്പമില്ല, ഉറപ്പിക്കാലോ. തീവ്രത്തി. ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഞാനൊരു പേര് കണ്ടുപിടിച്ചിരിക്കും. സന്തോഷമേ ഉള്ളൂ, ഞങ്ങളെ ടാഗ് ചെയ്തോളൂ, പറഞ്ഞോളൂ, സന്തോഷമുള്ള കാര്യം. അപ്പൊ തീവ്രമായ ക്വസ്റ്റ്യൻസ്, തീവ്രമായ ഉത്തരം, അത്രേ ഉള്ളൂ. ഓക്കെ. ബേസിക്കലി ബെന്നിയുടെ മലയാളി ക്വസ്റ്റ്യൻറ്റ് ഒക്കെ നമ്മൾ ചെറിയ തോതിൽ അളക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ചോദ്യം 1, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദേർ ഇൻ കേരള? 14. അത് മതി, കറക്റ്റ് ആണ്. എനിക്കറിയാം. കേരളത്തിന്റെ സ്റ്റേറ്റ് ബേർഡ് കുയിലാണോ? എനിക്കറിയത്തില്ല. കുയിലല്ല, ഹോൺബിൽ, വേഴാമ്പൽ. നമ്മുടെ ഹോൺബിൽ. അതെ, ഞാൻ വിചാരിച്ച ഹോൺബിൽ നാഗാലാൻഡിന്റെ ആണെന്ന്. അല്ല, നമുക്ക് നമ്മുടെ സ്വന്തം ആളാട്ടോ. ഈ മലയാളികളുടെ ഇംഗ്ലീഷ് പ്രയോഗം പറയുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചതാണ്. ക്ലോക്ക്, നമ്മുടെ ക്ലോക്ക്, അതിന് മലയാളത്തിൽ എന്താ പറയാ? അറിയത്തില്ല. ഇല്ല, കുഴപ്പമില്ല, ഞാൻ പറയാം. ഘടികാരം. അടുത്തത് വളരെ ഈസി ക്വസ്റ്റൻ ആണ് കേട്ടോ. നെയിം 5 ഐറ്റംസ് ഇൻ എ കേരള സദ്യ. അതൊക്കെ നമുക്ക് ക്യാബേജ് തോരൻ, ബീട്രൂട്ട് പച്ചടി, സാമ്പാറ്, അവിയല്, പിന്നെ വേറെന്താ വേണമെങ്കിൽ ഒക്കെ പേര് വെള്ളരിക്ക പച്ചടി വെച്ചു. പായസമൊക്കെ ആവാട്ടോ. പായസമൊക്കെ ആവാം. എനിക്ക് പായസത്തിനോട് ഒരു ആഗ്രഹമില്ല. One Malayalam word you use it very frequently. ഷടാ. ഇനി ചോദിക്കാൻ പോകുന്ന ചില വാക്കുകളാണ്, ചില മലയാളം ലിംഗോസ്. ഓക്കെ, ആൻഡ് വി വാണ്ട് ടു സീ ദാറ്റ് വെദർ യു ആർ ഏബിൾ ടു ക്രാക്ക് ദാറ്റ്. ആദ്യത്തേത് ചീള്. What is the meaning of it? ചീള്. Like simple. Simple. യമണ്ടൻ. ഇത് ട്രിവാൻഡ്രം. ഷുവർ. യമണ്ടൻ. ലൈക് അൺയൂഷ്വലി പവർഫുൾ എന്ന് പറയില്ലേ. പൊളപ്പൻ. ഇത് ഈസി അല്ലേ? പൊളപ്പൻ അടിപൊളി. അതെ. യുവർ ഫേവറേറ്റ് മലയാളം ആക്ടർ ആൻഡ് ആക്ട്രസ്? ഈസി. പറഞ്ഞോളൂ. മോഹൻലാൽ, ശോഭന. One iconic Malayalam film dialogue you liked it so much? കിണ്ടി. കൊള്ളാം കേട്ടോ, നല്ല ഉത്തരം. ഞാൻ പ്രതീക്ഷിച്ചപ്പോ സുരേഷ് ഗോപിയുടെ വല്ല കിട്ടുന്ന ഡയലോഗ്. അതൊക്കെ എനിക്ക് അറിയാം. പിന്നെ എനിക്ക് ജനാർദ്ദനൻ സാറിന്റെ ഏറ്റവും ഫേമസ് എന്താ പറയാ, അയ്യോ എന്റെ പൊന്നു തോമാച്ച എന്ന് പറയത്തില്ല എപ്പോഴും. വാവ്. ഇതേപോലെ വേറെ ആർട്ടിസ്റ്റ് മിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷെ ചെയ്യത്തില്ല. ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇത് മാത്രമാവും നമ്മുടെ പരിപാടി. അതുകൊണ്ടാ. മനസ്സിലായി. കുഴപ്പമില്ല. അടുത്ത കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ വാട്ട് മേക്സ് എ മലയാളി ട്രൂലി സ്പെഷ്യൽ? നമ്മളെ സ്പെഷ്യൽ ആക്കുന്ന എന്താണ്? അവർ ഡിഗ്രി ഓഫ് അക്സെപ്റ്റൻസ്. എന്ന് വെച്ചാൽ നമ്മള് വളരെ അക്സെപ്റ്റിംഗ് ക്രൗഡാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കോൺസെർട്ട് ചെയ്യുമ്പോൾ ഐ കൻ ടെൽ യു, ഞാൻ തമിഴ്നാട്ടിൽ കോൺസെർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തമിഴ് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സോങ്സ് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും ഹിന്ദിയാണ്, ബിക്കോസ് അവിടെ പാൻ ഏഷ്യൻ ക്രൗഡാണ്, പാൻ ഇന്ത്യൻ ക്രൗഡാണ്. പിന്നെ ബാക്കിയെടുത്തൊക്കെ അറിയാലോ, തെലുങ്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഹിന്ദി കളിക്കാം, പിന്നെ കുറച്ച് തെലുഗു. പക്ഷെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ് വായിക്കാം, മലയാളം വായിക്കാം, ഹിന്ദി വായിക്കാം, തെലുഗു വായിക്കാം. ഈ പാട്ടിന്റെ എല്ലാ ട്യൂണും അറിയാം, ലിറിക്കും അറിയാം. തീവ്രത്തി റൗണ്ട് സൂപ്പർ സ്മൂത്ത് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പറഞ്ഞു. നമ്മുടെ വിക്കിപീഡിയ ചേട്ടന്റെ പ്രകാരം ബെന്നി ദയാൽ എന്ന ആർട്ടിസ്റ്റിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏകദേശം 19 ഭാഷയിൽ പാടിയിട്ടുണ്ടെന്നാണ്. മോർ ദാൻ 3000 സോങ്സ്. കൃത്യമായി പറഞ്ഞ 3500 മീതെ എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഓക്കെ, എനിക്ക് അറിയത്തില്ല അത് ശരിയാണോ അല്ലയോ എന്ന്. ഞാൻ പോലും എണ്ണി നോക്കിയിട്ടില്ല ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾ. സോ എനിക്ക് റിയലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ആ വിക്കിപീഡിയനകത്ത് എത്ര സത്യം ഉണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല, ഉള്ള കാര്യം പറയാം. സോ ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് കൗണ്ട് മൈ നമ്പർ ഓഫ് സോങ്സ്. പക്ഷെ അമ്മ എപ്പോഴും പറയും, നല്ലത് നടന്നാൽ അത് എണ്ണാൻ പാടില്ല, യുനോ, അതിന്റെ എണ്ണം കുറയും, വന്നുകൊണ്ടേ ഇരിക്കട്ടെ, നമ്മള് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേ ഇരിക്കും, അത്രേ ഉള്ളൂ.
ഏറ്റവും പ്രധാനമായ സംഭവം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകള് ബെന്നി ദയാൽ എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒറിജിനൽ സിംഗർ എന്ന ലെവലിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇംപ്രഷൻ. സോ വാട്ട് ഐ വോണ്ട് ടു ആസ്ക് യു ഇസ് ദാറ്റ് ബെന്നി, വാട്ട് കീപ്സ് യു ഇൻസ്പയർഡ് ഈവൻ ടുഡേ? നമ്മുടെ 2020 മാർച്ചില് 21 നമ്മളെല്ലാരും നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഹോളി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 3 ദിവസത്തിൽ ലോക്ക്ഡൌൺ ആവുമെന്ന് നമ്മൾ വിചാരിച്ചോ? ഇല്ലല്ലോ. I think that's the way to cope with such situations. നാളെ നമുക്ക് എന്താ പറയാ, നാളെ നമ്മൾ കീഴടക്കും, നാളെ നമ്മൾക്ക് നൽകും എന്നുള്ളൊരു എന്താ പറയാ, ആ ഒരു ആലോചന ഒരിക്കലും അത് ഗ്യാരണ്ടീഡ് അല്ല. നാളെ നമുക്കുണ്ട് എന്നുള്ളൊരു ഒരിക്കലും അത് നമ്മൾ ഗ്രാൻഡഡ് എടുക്കാൻ പാടില്ല. ഓൺലി ദെൻ വി ക്യാൻ വർക്ക്. ഓ നാളെ കുഴപ്പമില്ലടോ, കാല് നിവർത്തിയിരുന്ന് നമുക്ക് TV കാണാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ then tomorrow is not guaranteed. FYI. അതുകൊണ്ട് that's exactly why I work. I still continue to work. എന്തായാലും എന്താ, I'll work. ബെന്നി പോകുന്നേക്കാളും മുമ്പ് ഒരു ഏതെങ്കിലും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള a song, it can be in any language, a song which is very close to your heart. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളെ ശ്യാമവർണം കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാൽ ഓർമകളെ ശ്യാമവർണം. Beni, thank you so much for being on the show. Wish Thank you you. all the very best. Made in Kerala.